സന്തോഷി, നമസ്കാരം. നമസ്തേ നമസ്തേ. സന്തോഷി, നമുക്ക് നമ്മുടെ നാട്ടില് കോടതികൾ ഉൾപ്പെടെ, ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ, നമ്മുടെ രാജനൈതിക രംഗത്ത് നിൽക്കുന്ന ഭരണാധിപന്മാരുൾപ്പെടെ ആ ഭയങ്കരമായ മൃഗസ്നേഹം. ആ അതും മൃഗസ്നേഹം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള മൃഗത്തിനോട് വേണമല്ലോ ആദ്യം സ്നേഹം കാണിക്കാൻ. അതെ അതെ അതെ. അതിന്റെ മാംസം തിന്നാൻ കൊള്ളില്ല. ഉറുമ്പിനോടൊക്കെ സ്നേഹം കാണിച്ചാൽ അതൊന്നും ആരും അറിയാലോ. അതിന്റെ മാംസം തിന്നാൻ കൊള്ളില്ല. അതുകൊണ്ട് അതിനോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടാവും. അതെ. അപ്പൊ ആ മൃഗസ്നേഹം കാരണം ഇതുങ്ങളെ എഴുന്നള്ളത്തിന് അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ ആരാധന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ആയതുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തില് ഈ നമ്മുടെ വിശ്വാസത്തെയും ഭക്തിയെയും ഹനിക്കുന്ന പ്രക്രിയകളെ നശിപ്പിക്കുന്ന ആ നേതൃത്വനിര അങ്ങേറ്റം അഴിഞ്ഞാടുന്ന സമയമായതിനാലും കോടതി വിധിയും കൂടെ അതിന് അനുകൂലമായി വന്നപ്പോൾ 125 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്യിക്കാൻ പറ്റില്ല ഒരു ദിവസം. അതേപോലെ നിർത്താൻ പറ്റില്ല. 3 മണിക്കൂർ അതിനൊക്കെ അങ്ങനെയൊക്കെ വന്നാൽ അവിടെയെല്ലാം ഇവിടെ ഇടപെടുന്നതിന് വേണ്ടി തയ്യാറായി നാട്ടിൽ തന്നെയുള്ള അതാത് പ്രദേശങ്ങളിലുള്ള ആളുകൾ നിരവധിയുണ്ട്. ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തവരും അതിന്റെ പുറകെ നിൽക്കുകയാണ്. മൃഗസ്നേഹികള്. അതെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ ക്ഷേത്രങ്ങളിലെ ചുമതലക്കാരും ക്ഷേത്രം ഭരണാധികാരികളോ അല്ലെങ്കിൽ ഉത്സവം നടത്തുകാരോ നാട്ടുകാരോ ഭക്തരായിട്ടുള്ളവരുടെ ടീം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേസും കോടതിക്കായിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടി മനഃപൂർവ്വം മാനസികമായി വ്യഥ അനുഭവിക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ എന്താ ഇതിന്റെയൊക്കെ പശ്ചാത്തലം? ഇങ്ങനെയൊക്കെ എന്താണ് ആനയെ ഇങ്ങനെ ഉപയോഗിച്ചാൽ തെറ്റെന്താണ്? 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ പ്രദർശിപ്പിക്കാൻ പാടില്ല അത്രേ. ഈ അറവുശാലകളില് മൃഗങ്ങളെ തൊലി ഉരിച്ച് തലയരിഞ്ഞ് കെട്ടിത്തൂക്കി തല കീഴായിട്ട് പ്രദർശിപ്പിക്കാം. അത് അന്നേരം ആർക്കും പ്രശ്നങ്ങളില്ല. സന്തോഷി, അത് 1 മിനിറ്റ് കൊണ്ട് തന്നെ എന്റെ ജീവൻ പോകുന്നില്ലേ? വളരെ പെട്ടെന്ന് ചെയ്യുന്നില്ലേ അവരത്? അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലോ. പിന്നെ ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ പിശാചിന്റെ പേര് പറഞ്ഞോ മൃഗങ്ങളെ കൊന്നാല് വിശപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തും ആവാം. അതെ, അങ്ങനെയും കൂടി ഉണ്ട്. അതെ, അതിൽ തെറ്റില്ലല്ലോ. അതിന് തെറ്റില്ല. വിശപ്പിന് വേണ്ടിയിട്ട് അച്ഛനെ അമ്മയെ കൊന്നാൽ പോലും അതിന്റെ മാംസം ഭക്ഷിച്ചാൽ മതി, നമുക്കിവിടെ കേസില്ല. ഇല്ലില്ല. എന്നാന്ന് വെച്ചാല് ഭക്ഷണത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ചോദിക്കണത്, ഒറ്റ മിനിറ്റ് കൊണ്ട് ജീവൻ പോണ വേദനിക്കാതെ കൊല്ലുന്ന കൊലപാതകങ്ങൾക്ക് നിയമപരമായിട്ട് കേസെടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ നിയമം അങ്ങനെ തന്നെ അല്ലേ? അതിനനുകൂലമല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ പിന്നീട് ഒരിക്കലും അവന് പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ ഈ കാട്ടിലെ, ഞാനൊരു സംശയം ചോദിക്കുക, ഈ കാട്ടിലെ മാനൊക്കെ ഉണ്ടല്ലോ, ആമ, ഇതിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കൊല്ലുവാണെങ്കിൽ കേസെടുക്കാൻ പറ്റൂലേ? പറ്റിയതായിരിക്കും. 3 മണിക്കൂർ കൊണ്ടോ ഒക്കെ ആണെങ്കിൽ ആന നിർത്തുന്ന നിർത്താൻ പറ്റിയതാ. ആന ശാലനേരം വെയിൽ കൊള്ളുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൃഗസ്നേഹികൾക്ക് മനോവിഷമം ഉണ്ടാകും. ഇപ്പൊ 125 കിലോമീറ്റർ കഴിഞ്ഞ് 126 വരുമ്പോ കേസാവും. ഈ അറവ് മാടുകളെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ കേസും കിട്ടുന്നുണ്ടാവില്ല. അതിപ്പോ പലപ്പോഴും ജീവനില്ലാതെയും പകുതി ജീവനോടൊക്കെ അല്ലേ കൊണ്ടുവരുന്നത്. വണ്ടിക്കകത്തൊക്കെ മറിഞ്ഞു വീഴുക, അവിടെ കിടക്കുക, ഇവിടെ വരുമ്പോൾ ചത്ത് കിടക്കുക, അവിടുന്ന് പിന്നെ അത് കണ്ടിച്ച് നമ്മുടെ ആ ഹോട്ടലുകളിലൊക്കെ എത്തി അതൊക്കെ വലിയ മസാലയൊക്കെ തിരുമ്മി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമായിട്ട് നമ്മുടെ പ്ലേറ്റിന് മുമ്പ് വരികയല്ലേ. ആനയൊക്കെ ഫ്രീസറിൽ വെക്കാൻ വലിയ ഫ്രീസർ വേണ്ടേ? ഈ ചെറിയ മൃഗങ്ങളൊക്കെയാണ് ഫ്രീസറിൽ വെക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാ ഈ ആനയെ പീഡിപ്പിക്കുന്നു നിരീക്ഷിക്കാൻ പോകുന്നവര് വെജാണോ അതോ നോണാണോ? പ്യുവർ വെജാണോ? അല്ല, എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇവരൊക്കെ പകുതി മാനസികാവസ്ഥ നഷ്ടപ്പെട്ടവരാ. മയക്കുമരുന്നിന് അടിമക്കാരായിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് അടിമക്കാരായിരിക്കും, അല്ലെങ്കിൽ രാഷ്ട്ര വൈരുദ്ധ്യതയ്ക്ക് അടിമക്കാരായിരിക്കും, അല്ല ഇവിടുത്തെ വിശ്വാസം സർവ്വവിധ വിശ്വാസങ്ങൾക്ക് എതിർ നിൽക്കുന്നവരായിരിക്കും. വെടിക്കെട്ടിന്റെ അവിടുന്ന് 100 മീറ്റർ അകലം എന്ന് പറയുമ്പോ ഇങ്ങനെയുള്ള ഉത്തരവൊക്കെ കേൾക്കുമ്പോഴേ വളരെ എന്താ പറയുന്നത്, വളരെ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയിലാണ്. 100 മീറ്ററിനപ്പുറത്ത് ക്ഷേത്രങ്ങളിലാണിത്, ക്ഷേത്രങ്ങളിൽ മാത്രമാണിത്. സന്തോഷി, ഈ ക്ഷേത്രങ്ങളിൽ ആനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ഷേത്രോത്സവങ്ങൾ നടത്തുന്നത് നാട്ടില് ആനന്ദകരമായിട്ടുള്ള ഉത്സവ ഭേരി തന്നെയാണ്. ആ നാട്ടുകാർക്ക് ഗുണപ്രദവും ജീവരാശിക്കും മനുഷ്യരാശിക്കും ഗുണപ്രദമായ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിനെ നശിപ്പിക്കുക എന്നുള്ളതാണോ ഇവിടുത്തെ ഈ മൃഗസ്നേഹികൾ ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ കോടതികൾ പോലും അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത്? എനിക്ക് ഇവിടുത്തെ കോടതികളോടും
ഇവിടുത്തെ അധികാരികളോടും ഇവിടുത്തെ ഉപദേശക സമിതികളോടും ഇവിടുത്തെ ഈ മൃഗസ്നേഹികളോടും ചോദിക്കാനുള്ളത് ഇവരുടെ നിരീക്ഷണം, ഈ നിരീക്ഷണം അറവുശാലകളിൽ എന്തുകൊണ്ടില്ല? ഈ നിരീക്ഷണം അറവുശാലകളിലുണ്ടോ? അതില്ല. എത്ര മണിക്കൂറാണ് പട്ടിണിക്കിടുന്നത്? എത്ര ദിവസമാണ് നിങ്ങൾ പട്ടിണിക്കിടുന്നത്? എത്ര നീചമായിട്ടാണ്? 3 മണിക്കൂറാണോ ഇതിന്റെ പ്രദർശനം? 125 കിലോമീറ്റർ ആണോ ഇതിനെ ഈ പീഡിപ്പിച്ച് കൊണ്ടുവരുന്നത്? ഈ കന്നുകാലികളുടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ മലാശയത്തില് പറയാൻ കൊള്ളില്ല, അത്രയും വലിയ രീതിയിൽ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുക. കഞ്ചാവും സ്വർണവും വരെ ഇതുങ്ങളെ വെച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അതൊരു വലിയ മാഫിയ അല്ലേ, അതുകൊണ്ട് അതിനെ തൊടാൻ പറ്റില്ലല്ലോ. അങ്ങനെ എത്രയോ കിലോമീറ്ററുകൾ ഇത് സഞ്ചരിച്ചാണ് ഇത് ഇവിടെ എത്തുന്നത്. ഈ അറവുശാലകളിൽ എത്ര ദിവസം പട്ടിണി കിടന്നതിന് ശേഷമാണ് അതിനെ കൊല്ലുന്നത്? എത്ര ദിവസം? എത്രയോ വലിയ പോയിസൺ കുത്തിവെച്ചാണ് കൊണ്ടുവരുന്നത്. അതുകൂടാതെ ഇത് വലിയ തൂക്കം കിട്ടാൻ വേണ്ടിയൊക്കെ ആവശ്യമില്ലാത്ത മറ്റ് കെമിക്കലുകൾ കൊടുത്തിട്ടാണ് നിർത്തുന്നത്. അപ്പൊ ഈ നിരീക്ഷണം ഈ ഉപദേശക സമിതി അറവുശാലകളിൽ ഇല്ലേ? അമ്പലങ്ങളിൽ മാത്രമേ ഉള്ളോ? അല്ലെങ്കിൽ നേർച്ചകൾ നടക്കുന്ന പള്ളികൾ മാത്രമാണോ ഈ നിരീക്ഷണത്തിലുള്ളത്? അതെയോ ഈ അറവുശാലകളിൽ നിരീക്ഷണമില്ലേ? മറ്റൊരു കാര്യം കൂടെ അങ്ങോട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന മൃഗങ്ങളെ പല വിധേനയും മരുന്നുകളും കൊടുത്ത് കൊന്നതിന് ശേഷം ഈ മോശമായ ആ ശവം ഇവിടുത്തെ മനുഷ്യരെ കൊണ്ട് യാതൊരു ഭാവഭേദവുമില്ല, മനുഷ്യരെ കൊണ്ട് നിർബന്ധമായി തീറ്റിക്കുന്ന നടപടിക്കെതിരെ കോടതി ഒന്നും മിണ്ടുന്നില്ല. അതുമൂലം എത്രയോ ആളുകളുടെ ആയുസ് നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, എത്ര പേർ രോഗികളാകുന്നു, അവരുടെ സമ്പത്തും പണവും മുഴുവൻ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരുന്നു, ആയുസ് എത്താതെ മരിക്കേണ്ടി വരുന്നു. തെരുവുകളിൽ ശവം കൊണ്ട് അലങ്കരിക്കുന്നവരാണ്, തലയോട്ടികൾ കൊണ്ട് അലങ്കരിക്കുന്നവരാണ്, മൃഗങ്ങളുടെ തലവെട്ടി പ്രദർശിപ്പിക്കുന്നവരാണ് പറയുന്നത് ആനയെ 3 മണിക്കൂർ ജീവനോടെ പ്രദർശിപ്പിക്കരുതെന്ന്. ഇത് കോടതിയിലൊന്നും മനുഷ്യരാശിക്ക് വിപത്തായി നിൽക്കുന്ന ഈ സംവിധാനത്തിലൊന്നും കോടതിയൊന്നും കാണുന്നില്ലല്ലോ. ആനയോട് മാത്രം എന്താണ് താല്പര്യം? ഈ ആനയ്ക്ക് വേണ്ടി കരയുന്നവരുടെ വായില് ശവത്തിന്റെ അവശിഷ്ടങ്ങളല്ലേ ഉള്ളത്? അതെ അല്ലെ? ശവം തിന്നുകൊണ്ടല്ലോ ആനയെ കുറിച്ച് വ്യാകുലപ്പെട്ട് കരയുന്നത്. തീർച്ചയായിട്ടും അല്ലേ? ഇവിടുത്തെ കടലിൽ കിടക്കുന്ന മീനും ഈ പക്ഷികൾക്കും ഈ കന്നുകാലികൾക്കും സർവ്വജീവലോകത്തിനും എന്ത് സംഭവിച്ചാലും ഇവർക്ക് പ്രശ്നമില്ല. ഇതെല്ലാം മനുഷ്യന്റെ കണ്ണിൽ പെടുന്നവരേ ഉള്ളൂ. ഈ പക്ഷിയായാലും താറാവായാലും മീനായാലും ആടായാലും പോത്തായാലും പന്നിയായാലും സർവ്വ സാധനങ്ങളായാലും. മനുഷ്യൻ കൊല്ലാത്തത് ആനയെ മാത്രമേ ഉള്ളൂ. അതിന്റെ മാംസം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. സന്തോഷി, അതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ഈ നമ്മുടെ നാടിനൊരു സംസ്കാരമുണ്ട് പ്രകൃതിക്ക്. ആ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഈ വിശ്വാസികളെയും ഭക്തരുടെയും അവരുടെ മുഴുവൻ നടത്തിപ്പുകളെയും അനുഷ്ഠാനങ്ങളെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായ അജണ്ടയുടെ ഭാഗം കൂടെ അല്ലേ? തീർച്ചയായിട്ടും ഇത്തവണ ആന കൂടുതൽ ഇടയും. കാരണം ആന ഇടയണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു പറ്റം ആനയ്ക്ക് ചുറ്റുമുണ്ട്. ആനയ്ക്ക് ചുറ്റുമുണ്ട്. കാരണം ക്യാമറയുമായിട്ട് ആന ഇടയുന്നത് ഒപ്പിയെടുക്കാനും അതിനെ പകർത്താനും പകരാനും അതിനെ ആഹ്ലാദത്തിന്റെ BGM ഇട്ട് ആഘോഷിക്കാനും ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇവരെ നിരീക്ഷിക്കാനായിട്ട് ഒരു ഉപദേശക സമിതിയും ഇല്ല ഇവിടെ. ഇവിടെ വ്യാകുലത, ആഘോഷങ്ങളെ അലങ്കോലമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണത്? അതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. അതിന്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. അതിന് ഇവിടുത്തെ ചില സന്യാസിമാരും ചില അധികാരികളും കോടതിയും എല്ലാം ഇതിന് കൊട പിടിക്കുന്നു. അത്രേ ഉള്ളൂ. ആനയ്ക്ക് കൊട പിടിക്കുന്ന, പൊന്നാലിലെ കൊട പിടിക്കുന്നതിന് പകരം ആ കൈകളില് അറവ് കത്തിയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അറവ് മാടുകളുടെ തലക്കടിച്ച് അതിനെ വീഴ്ത്തി അതിന്റെ കഴുത്തറുത്ത് അതിനെ എന്തെല്ലാം രീതിയിലാണ് അതിനെ പീഡിപ്പിക്കുന്നത്. എത്ര ദിവസം പട്ടിണിക്കിട്ടാണ് ഇതിനെ കൊല്ലുന്നത്. അതിന്റെ പണ്ടം പോലും തിന്നുന്നവരാണ് പറയുന്നത് ഈ ആനയ്ക്ക് വേണ്ടിയിട്ട്, കരയുകയാണ് ആനയ്ക്ക് വേണ്ടിയിട്ട്. ഒരു വിധത്തിലുമുള്ള പലതരത്തിലുമുള്ള ആചാര്യന്മാര്, വളരെ കുറച്ചെങ്കിലും ആചാര്യന്മാര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് വെക്കുക ചെയ്യുന്നത്. ആനയെ ഗജങ്ങളെ ദൈവത്തെ പോലെ കാണുകയും ഭഗവാനൊപ്പം പൂജിക്കുകയും ചെയ്യുന്ന നാടാണിത്. അപ്പൊ ഇതിനെ ഭുജിക്കാനാണെങ്കിൽ ഓക്കെയാണ്, ഭജിക്കാനാണെങ്കിൽ വേണ്ട എങ്കില് സന്തോഷമായി. അപ്പൊ എനിക്ക് ഇത് കേൾക്കുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറവുശാലകൾക്ക്
എന്ത് നിയന്ത്രണമാണുള്ളത്? ആരുടെ നിരീക്ഷണത്തിലാണ് ഇതെല്ലാം പോകുന്നത്? അവിടേക്ക് വരുന്ന ജീവികൾ എന്താ ജീവികളല്ലേ? അവർക്ക് ജീവനില്ലേ? അവർക്ക് ആത്മാവില്ലേ? അവർക്ക് ശരീരമില്ലേ? എത്ര ക്രൂരമായിട്ടാണ് ഈ ജീവികളെ കൊന്ന് തിന്ന് അതിന്റെ പണ്ടം പോലും തിന്നുകൊണ്ടാണ് പറയുന്നത് ആനയെ പീഡിപ്പിക്കുന്നു. അതെ. അപ്പൊ നേരത്തെ ഇവിടെ തടി കയറ്റിയിരുന്നത് അങ്ങക്കറിയാലോ. മുഴുവൻ തടികളും വലിപ്പിച്ചിരുന്നതും തടി കയറ്റിയിരുന്നതും ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്നതും എല്ലാം മനുഷ്യരായിരുന്നില്ല, ആനകളായിരുന്നു. അതിനൊന്നും ഒരു വിഷമമില്ലായിരുന്നു. അന്നൊന്നും ഇല്ലാത്തൊരു വിഷയം. കന്നുകളെ ഉപയോഗിച്ചാണ് നിലങ്ങൾ പൂട്ടിയിരുന്നത്. അന്നൊന്നും ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇന്ന് വലിയ വിഷയങ്ങളാണ്. ഇന്നൊരു അധ്യാപകന് കുട്ടിയെ തല്ലാൻ പാടില്ല, ഒരു രക്ഷിതാക്കൾക്ക് മക്കളെ തല്ലാൻ പാടില്ല, ശാസിക്കാൻ പാടില്ല. അപ്പൊ തന്നെ യൂണിയൻ ഇടപെടും. ഈ കരിമരുന്നിന് എതിരെയുള്ള പ്രയോഗം ഇത് വളരെ വിചിത്രമായി വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ്. ഇപ്പോഴാണത് വെളിച്ചത്ത് മനസ്സിലാകുന്ന തരത്തിലായതെന്ന് എനിക്ക് തോന്നുന്നു. അത് കുറച്ചു നാള് മുമ്പ്, അതായത് ഒരു നവോത്ഥാന കാലഘട്ടത്തില് ഓങ്ങി വെച്ച ഒന്നാണ്. ആ ഓങ്ങലാണ് ഇന്ന് മോങ്ങലായിട്ട് നിൽക്കുന്നത്. അതെ. ഇവിടുത്തെ ജനതയെല്ലാം എല്ലാ തരത്തിലുമുള്ള സമ്പന്നത കൈവരിക്കും അല്ലേ? ഇതാണ് ഏറ്റവും വലിയ അനാചാരം. ആനയെ നാട്ടിൽ നിന്ന് മാറ്റണം, ആനയെ കാട്ടിൽ കൊണ്ട് വിടണം. ആന മുഴുവൻ കാട്ടിൽ കൊണ്ട് വിട്ടാൽ ഇവിടെ ഈ ഉത്സവങ്ങളുടെ നിറങ്ങൾ തല്ലിക്കെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേർച്ച പെരുന്നാളുകളിൽ നിന്നും ആനയെ മാറ്റി നിർത്തിയാൽ എല്ലാ തരത്തിലും ഗംഭീരമായിട്ടുള്ള മൃഗസ്നേഹം ഇവിടെ ഉണ്ടാവും. നമ്മുടെ ഈ തെരുവ് നായകളുണ്ടല്ലോ, നമ്മുടെ ഈ തെരുവ് നായകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ഉത്തരവിടുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായോ? മാംസത്തിന് വേണ്ടിയിട്ടല്ല, വെറുതെ ഹാർട്ടിലേക്ക് സൂചി കുത്തിക്കയറ്റി അതിന്റെ ഹാർട്ട് പൊട്ടിച്ച് കൊല്ലുന്ന നാടാ ഇത്. നമ്മുടെ നാട്ടിലെ വാലാട്ടുന്ന ഈ നന്ദിയുള്ള നായ്കളെ തെണ്ടിപ്പട്ടികളായിട്ട് തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് നമ്മളാണ്. നമ്മളുടെയൊക്കെ അലങ്കാരത്തിന്റെ അവസാന വാക്കായിട്ട് വിദേശ നായകളെ നമ്മൾ വളർത്താൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും ഒപ്പമല്ല നമ്മൾ ജീവിക്കുന്നത്, നായകൾക്കൊപ്പ. നമ്മുടെ മക്കൾക്കൊപ്പവുമല്ല നമ്മൾ ജീവിക്കുന്നത്, നായകൾക്ക് വേണ്ടിയിട്ടാണ്. നായകളുടെ കൂടെ സഹവസിച്ച് നായകളുടെ കൂടെ സഞ്ചരിച്ച് നടക്കുന്ന നായാട്ടുകാരനെ പോലെയുള്ള ഈ ആധുനിക മനുഷ്യൻ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ഈ നായകളുണ്ടല്ലോ, ഈ നായകളെ മൃഗീയമായിട്ട് കൊന്നു തള്ളിക്കൊണ്ടിരിക്കുക, അതിനെ വന്ധീകരിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളെയും ഹനിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ അറവ് മാലിന്യങ്ങളെ അതിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് കാവൽക്കാരായിട്ടുള്ള നായകളെ കാലന്മാരാക്കി മാറ്റി ഈ നാടിന് അപകടം വിതയ്ക്കുന്ന രീതിയിലേക്ക് അറവ് മാലിന്യങ്ങളെ സംസ്കരിക്കാനുള്ള ഒരു വലിയ സംവിധാനമായിട്ട് ഈ നായകളെ കണ്ടിട്ട് നിൽക്കുക. അവിടെയൊന്നും ഒരു മൃഗസ്നേഹിയെ കാണുന്നില്ല. നമ്മുടെ നാട്ടിലെ നന്ദിയുള്ള നായകളായിട്ടുള്ള ഈ വാലാട്ടുന്ന നായകളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത് ബ്രിട്ടീഷുകാരല്ല, നമ്മൾ തന്നെയാണ്. അതെ. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ അങ്ങോട്ടൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം സ്കൂളിൽ പോകാൻ പറ്റുന്ന കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് മുട്ടായിയിലും മധുര പലഹാരങ്ങളിലും മറ്റ് ദ്രാവകങ്ങളും കൂട്ടി കലർത്തി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ സമുദായത്തെയും വരും തലമുറയെ നശിപ്പിക്കുന്നതിനെതിരെ ഇത്രയൊന്നും ജാഗ്രതയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഒരു ഉപദേശക സമിതിനെ നമ്മൾ കാണുന്നില്ലല്ലോ. ഏതെങ്കിലും ഉപദേശക സമിതിനെ അങ്ങ് കണ്ടിട്ടുണ്ടോ? എത്രയോ കുട്ടികളാണ് ജീവിതം നശിച്ചു പോകുന്നത്, എത്രയോ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാര്. ഈ ആനയുടെ മേലെ ഇപ്പൊ നടത്തുന്ന നിരീക്ഷണത്തിന്റെ പകുതി നിരീക്ഷണം ഇവിടെ കഞ്ചാവും പെത്തലീനും ബ്രൗൺ ഷുഗറും കൊണ്ട് നടക്കുന്നവർക്ക് നേരെ ഉണ്ടെങ്കിൽ ഈ നാട് എന്നെ നന്നായേനെ മോഹൻജി. നന്നാവൂലോ? അപ്പൊ ഇത് ആരുടെ അജണ്ടയാണ് സന്തോഷി? അതാണ് മനസ്സിലാവാത്തത്. ആരുടെ അജണ്ടയാണെന്ന് അങ്ങ് തന്നെ ഓർത്താ മതി. ആരുടെ അജണ്ടയായിരിക്കും ഈ നടപ്പിലാക്കുന്നത്? ഇവിടുത്തെ ഈ അജണ്ട ആരുടെ അജണ്ടയാണ്? ഇതിനെ കൊടപിടിക്കുന്ന ആചാര്യവൃന്ദം ആരുടെ ചെൽപ്പടിക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? കരിമരുന്ന് വേണ്ട എന്ന് പ്രാസ ഒപ്പിച്ച് പറയുമ്പോ അപകടം. കൂടെ നിൽക്കുന്ന സമൂഹത്തെ വഞ്ചിക്കുന്ന സമീപനമല്ലേ ഈ ശ്രേഷ്ഠന്മാര് കാണിക്കുന്നത്? അതെ. അപ്പൊ ഇത് പറയുന്നതിന്റെ പിന്നിലെ അജണ്ട, ഇവിടുത്തെ ഭക്തസമൂഹം എവിടെയാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? ഏത് ആചാര്യന്റെ അടുത്താണ്, ഏത് നേതൃത്വത്തിന്റെ അടുത്താണ്, ഏത് പണ്ഡിത്തുള്ളവരുടെ അടുത്താണ്, ഏത് തന്ത്രിമാരുടെ കീഴിലാണ്, എവിടെയാണ് വിശ്വാസം അർപ്പിക്കേണ്ടത്? മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഈ സനാതന ധർമ്മികൾ എന്ന് പറയുന്ന ഈ സനാതന ധർമ്മികളായിട്ടുള്ളവർ ഏത് മാംസവും കഴിക്കാന്ന് പറയുന്നത് ഇതേ ആചാര്യന്മാരാണെന്നുള്ളതും കൂടി അങ്ങ് ഓർക്കണം.
അതെ. ആണോ? അത് എന്ത് ധർമ്മമാണ്? ആ ഭക്ഷണത്തിന് എന്ത് ധർമ്മമാണെന്ന് അങ്ങൊന്ന് പറയണം. അത് മാത്രമല്ല, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ബിസിനസ്സും ചെയ്യാം. ആളുകളെ, യുവസമൂഹത്തെ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ടുകൊണ്ട് കയറുമോ, ക്ഷേത്രങ്ങളിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറുമോ, ക്ഷേത്രാചാര മര്യാദകൾ പാലിക്കാതിരുന്നാലും തെറ്റില്ല. ഈ വരുന്ന തലമുറ നമ്മളിൽ നിന്ന് അകന്നു പോകരുത്. അവർ മറ്റു ചെരുപ്പിടാതെ കയറാതിരുന്നാല് അവിടെ കുളിക്കാതെ കയറാം. നമ്മളും അങ്ങനെയൊക്കെ ആയാൽ ഈ നമ്മുടെ ചെറുപ്പക്കാരൊന്നും അങ്ങോട്ടൊന്നും പോകില്ല, ഇവിടെ തന്നെ വന്ന് കയറും എന്ന് പറയുന്നത് എന്തൊരു മിഥ്യാധാരണയാണ്. അതെ. അപ്പൊ ഭക്തജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ പിന്നിലുള്ള ആ ഒരു രഹസ്യ സ്വഭാവം, ഒരു അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അത് പറയൂ, അങ്ങ് അറിവ് പറയുന്ന ആള് തന്നെയാണല്ലോ, അങ്ങ് ഒന്ന് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ആചാര്യന്മാരുടെ ഭാഷ്യങ്ങളിലൂടെയാണ് ഈ അജണ്ട ഇവിടെ വരുന്നത്. ഇത് ഏറ്റുപറയുന്നത് ഈ അജണ്ടയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നവരാണ്. ഇവിടത്തെ പൈതൃകങ്ങളെ തച്ച് തകർത്തുകൊണ്ട്, ഇവിടത്തെ ഭക്ഷണ സംസ്കാരത്തെ തച്ച് തകർത്തുകൊണ്ട്, ഇവിടെ ചൈനീസിന്റെ ഭക്ഷണ സംസ്കാരവും ചൈനീസ് ഭാഷണ സംസ്കാരവും സൃഷ്ടിക്കുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട്. ഇവിടുത്തെ മതങ്ങളെ തമ്മിൽ ശിഥിലീകരിച്ച് നശിപ്പിച്ച് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുവാൻ പതുങ്ങിയിരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരുടെ ചൂണ്ടക്കുളത്തിൽ ഓടുന്ന, അവരുടെ ചൂണ്ടക്കുളത്തിൽ കിടന്ന് വട്ടം കറങ്ങുന്ന ആളുകൾ മാത്രമാണ് ഈ കരിയും കരിമരുന്നും പറഞ്ഞു നടക്കുന്നത്, അല്ലെങ്കിൽ ഷർട്ട് ഇട്ട് കയറണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല. ആർക്ക് എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മളുടെ എല്ലാം മനസ്സിൽ മാത്രമല്ലേ കലാപം ഉള്ളത്. അല്ലാതെ ഇപ്പൊ കലാപം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ മോഹൻജി? ഇല്ല. ഉണ്ടോ? നമ്മളുടെ എല്ലാം മനസ്സിലേക്ക് ഈ വൈരാഗ്യങ്ങളെ ഇഞ്ചക്ട് ചെയ്യുന്ന ശക്തി ആരുടേതാണ്? അത് ചൈനീസ് ഫുഡിന്റേതാണ്, ചൈനീസ് ഭാഷ്യത്തിന്റേതാണ്. ചൈനീസ് സംസ്കാരവും ചൈനീസ് ഭക്ഷണ രീതിയും തന്നെയാണ് നമ്മൾ ഇപ്പൊ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ കേരളം എന്ന് പറയുന്ന നാട് അറവശാലയായിട്ട് വരികയാണ്. അറവശാലകളാണ്. അച്ഛനെ മകനെ കൊല്ലാം, മകൻ അച്ഛനെ കൊല്ലാം, അമ്മയെ കൊല്ലാം, എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക്, അതിനെല്ലാ ന്യായീകരണങ്ങളുമായിട്ട് അവർക്കൊക്കെ യൂണിയൻ ഉണ്ടാക്കാനും അവരെയൊക്കെ കുറ്റബോധം തോന്നുന്നതിന് മുമ്പ് ജാമ്യത്തിലെടുക്കാനും നടക്കുന്ന ഒരു വലിയ ഒരു യൂണിയൻ. ആ യൂണിയന്റെ ഒരു ആസ്ഥാനമായിട്ട് നമ്മുടെ ഈ നാട് മാറിയിരിക്കുക. ഈ ആനയോടുള്ള പ്രേമം, ഈ നിരീക്ഷണം, ഈ ജാഗ്രത, ഇവിടെ ഈ ബീഡി വലിക്കുന്ന, കട്ടൻ ബീഡി വലിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന, പെത്തഡിൻ വലിക്കുന്ന, ഈ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന, MDMA ഉപയോഗിക്കുന്ന, ഇവിടെ ഇത് വിപണനം ചെയ്യുന്ന ആൾക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ, അത്തരക്കാർക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നാകുമായിരുന്നു. ഇവിടെ മദ്യം വിറ്റാണ് ഇവിടെ ജീവിക്കുന്നത്, മദ്യപിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മദ്യലഹരിയിലാണ് കേരളം പോകുന്നത്. ആ മദ്യം ആണ് ഇവിടുത്തെ പ്രധാന വരുമാനം. പിന്നെയുള്ളത് ലോട്ടറിയാണ്. അപ്പോൾ ലഹരിയും ചൂതാട്ടവും കൊണ്ട് നടക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. നമ്മളുടെ പൈതൃകങ്ങളെ എല്ലാം തച്ച് തകർത്തുകൊണ്ട് നമ്മളുടെ പിതൃത്വത്തെ, നമ്മളുടെ സംസ്കാരത്തിന് പിതൃത്വമില്ല എന്ന് വാദിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെയുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റാണ്, ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ തെറ്റാണ്, നമ്മളുടെ എല്ലാം പൂർവികർ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഫലമായിട്ടുള്ള ഒരു ശ്രമം. ആ ശ്രമം നടത്തുന്നവരാണ് വീഡിയുണ്ടോ സഖാവെ തീപ്പെട്ടി എടുക്കാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ചുണ്ടുകളിലേക്ക്, നമ്മളുടെ തലമുറയുടെ ചുണ്ടുകളിലേക്ക് ബീഡി കുത്തിവെച്ച്, വിഷം കുത്തിവെച്ച് ഇവിടെ ഈ ലഹരിയുടെ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് അവര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. അപ്പൊ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഉണർന്നാൽ, ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഉയർന്നാൽ, ഇവിടെ വ്രതത്തിലേക്ക് വന്നാൽ, ആഹാരങ്ങളിൽ വ്യത്യാസം വന്നാൽ, ഇവിടെ മണ്ഡലകാലം വന്ന കഞ്ചാവ് കച്ചവടക്കാർക്ക് പോലും ക്ഷീണമാണെന്നുള്ള ഒരു തോന്നലിലേക്ക് വരുത്തി തീർത്തിരിക്കുക. മദ്യം ഉപയോഗം കുറഞ്ഞു മണ്ഡലകാലത്ത്. മദ്യത്തിന്റെ ഉപയോഗം കുറയും, മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയും. അപ്പൊ ജനങ്ങൾ അമ്പലത്തിലേക്ക് അടുക്കുമ്പോൾ ഭക്തി എന്ന് പറയുന്ന ലഹരിയെ ഈ ലഹരിക്കടത്തുകാർ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഭക്തി ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ആ ഭക്തിയുടെ ലഹരിയെ ഇല്ലായ്മ ചെയ്ത് യഥാർത്ഥമായിട്ടുള്ള ലഹരി എന്താണ്? ഈ കട്ടൻ ബീഡി വലിച്ചാൽ കിട്ടുന്ന ലഹരിയാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ചാൽ, പെത്തഡിൻ അടിച്ചാൽ, അല്ലെങ്കിൽ മദ്യപിച്ചാൽ കിട്ടുന്ന ലഹരിയാണ് മനുഷ്യന് ആവശ്യം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് ഇവിടുത്തെ ഗവൺമെന്റ് നയങ്ങളും വരുന്നത്.
അതെ. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു വലിയ കാര്യം. എന്തായാലും ഈ മൃഗങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ ആനയോടുള്ള സ്നേഹം സ്വന്തം നാട്ടിലെ വളർന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അത് നന്നായിരുന്നേനെ. അപ്പൊ കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇത് കാരണമായേനെ. ഇപ്പൊ ആന ചവിട്ടിയാണ് ആളുകൾ മരിക്കുന്നത്, ആന ഇടഞ്ഞ ആളുകൾ മരിക്കുന്നു എന്ന് പറയുമ്പോ വിദ്യാർത്ഥി സംഘടനകൾ കൊന്നു തള്ളുന്ന കുട്ടികളെ കണക്കിലെടുത്തിട്ട് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരണ്ടേ? ആ വിദ്യാർത്ഥി സംഘടനകളെ അങ്ങ് പറഞ്ഞ പോലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും ഈ ആനയെ നിരീക്ഷിക്കുന്ന പോലെ ഒന്ന് നിരീക്ഷിക്കാമായിരുന്നില്ലേ? പറ്റുമല്ലോ. ആ നിരീക്ഷണം വേണ്ടേ? അതല്ലേ ഇതിൽ കൂടുതൽ ആവശ്യം. ആന 250 ആനയെ മറ്റേ കേരളത്തിലുള്ളൂ. അപ്പോ ഇതിന്റെ പിന്നില് നമ്മുടെ ആചാര്യന്മാർ ഉൾപ്പെടെയുള്ളവരുടെ തെറ്റായിട്ടുള്ള ഭാഷ്യങ്ങൾ തന്നെയാണ് ഇത്തരം ഇപ്പൊ പൂരപ്പറമ്പുകളില് നിരവധി ആളുകളുടെ നിരീക്ഷണങ്ങളിൽ ആന നിൽക്കേണ്ടി വരുന്നത്. ഈ കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കുന്നത്, അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിട്ട് ഉത്സവങ്ങൾ മാറുകയാണ്. അപ്പോ ഈ ആന ഭക്തിയും വിശ്വാസവും കൂടുമ്പോൾ മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയും. അതെ, അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉണ്ടാകാതിരിക്കാൻ ഇപ്പൊ ഇത് വലിയൊരു അജണ്ടയാണ്. ഇപ്പൊ പച്ചക്കറി കൂട്ടിയ ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്ന ഒരു ലോകം ഇവിടെയുണ്ട്. ആയുർവേദം ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്, ആയുർവേദം പഥ്യമാണ്, ആയുർവേദം ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ലഹരി മാഫിയ ഇവിടെ ഉണ്ട്. മനസ്സിലാകണ്ടോ അങ്ങേക്ക്? അപ്പൊ ഇത്തരം കാര്യങ്ങള് ഇവിടെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ മൃഗസ്നേഹം വളരെ ജാഗ്രതയോടുകൂടി കാണുക. ആന ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കണമെങ്കിൽ മനുഷ്യരാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലങ്ങൾ അപൂർവമായിട്ട് ചിലപ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങളാണത്. അതും അതിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും അതിനെ വേണ്ടത്ര രീതിയിൽ പരിപാലിക്കാത്തത് കൊണ്ടും അന്നേരം ഉണ്ടാകുന്ന എന്തെങ്കിലും ഭയത്തിൽ നിന്നൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, ആനയൂട്ട് നടത്തേണ്ട ഇടങ്ങളും ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇടങ്ങളുമായിട്ട് ഈ ക്ഷേത്രങ്ങൾ മാറേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ശേഷി നമ്മുടെ ക്ഷേത്ര സംവിധാനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മനുഷ്യന് മാത്രമായിട്ടല്ല ക്ഷേത്രം. ഉത്സാഹത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടി, ആനന്ദത്തെ ജനിപ്പിക്കുന്നതിന് വേണ്ടി നന്ദി, ആന, കാള എന്നിവയെ ഉപയോഗിക്കുന്ന ആ ആനയുടെ പേര് തന്നെ ആനന്ദനത്തെ ജനിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ആ ആനന്ദനത്തെ ജനിപ്പിക്കുന്ന ആനയെ പൂരപ്പറമ്പുകളിൽ നിന്നും മാറ്റി കാട്ടിലേക്ക് വിടുകയും ഇവിടെ ക്ഷേത്രങ്ങള് പലരുടെയും സ്വപ്നമായിരിക്കുന്ന ആ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന്റെയൊക്കെ ആ പ്രൗഢി നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പലരുടെയും അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ടയാണ് ഇവിടെ നമ്മുടെ ആചാര്യവൃന്ദം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരാണോ അങ്ങനെയുള്ള ദുഷ്ടശക്തികളെ എതിർക്കേണ്ടത്, ആ എതിർക്കേണ്ടവരുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരാണ് അതിനെ ഇപ്പൊ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അത് മുട്ടയടിച്ചവരും ഉണ്ട്, താടി വളർത്തിയവരും ഉണ്ട്, മുടി വളർത്തിയവരും ഉണ്ട്. ഇതെല്ലാ തരത്തിലുള്ള ആളുകളും ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് എന്തായാലും സന്തോഷി, ഇത് വിപത്താണ് എന്നുള്ള കാര്യം തർക്കമില്ല. അറിവ് പറഞ്ഞാലൊന്നും മനസ്സിലാവാത്ത തരത്തിലേക്ക് ഇവിടുത്തെ അറിവ് വിളമ്പുന്ന ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ആനയ്ക്ക് വേണ്ടിയിട്ട് കരയുന്നവര് പല്ലിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഇറച്ചി കഷ്ണമെങ്കിലും കുത്തി തുപ്പി കളഞ്ഞിട്ട് വേണം ആനയെ കുറിച്ച് കരയാൻ, അല്ലെങ്കിൽ ആനയെ കുറിച്ച് പറയാൻ. വേറൊന്നും ആ വിഷയത്തിൽ പറയാനില്ല സന്തോഷി. അങ്ങ് പറഞ്ഞത് വളരെ കാര്യമാണ്. അങ്ങനെ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടൊന്നായില്ല. അങ്ങ് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ. നമസ്തേ. നമസ്തേ.